ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജിയിലെ 4th സെമ്മിലെ സോഷ്യോളജി ഓഫ് കേരള എന്ന് പറയുന്ന പേപ്പറാണ്. നെക്സ്റ്റ് നമുക്കിതിൽ പറയാനുള്ള ടോപ്പിക്കാണ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻറ്റ്സ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ പണ്ട് കാലത്ത് എഡ്യൂക്കേഷൻ, ലിറ്ററസി എന്ന് പറയുന്ന സംഭവം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ കമ്മ്യൂണിറ്റീസിനും പറയുന്ന പോലെ നമുക്കറിയാം, സൊസൈറ്റിയിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. മാത്രമല്ല ആ ക്ലാസ്സിന് പുറമെ എന്തുണ്ടായിരുന്നു, കുറേ കാസ്റ്റ് സിസ്റ്റം പോലുള്ള സംഭവങ്ങളും അൺടച്ചബിലിറ്റി പോലുള്ള സംഭവങ്ങളും നിലവിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നില്ല, എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വരികയും ആളുകൾക്കിടയിലുള്ള പറയുന്ന ഒരു കാസ്റ്റ് ബേസിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ, അതിലുള്ള വ്യത്യാസം വരുന്നുണ്ടായി. അപ്പം അങ്ങനെ ആളുകൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു. അവരുടെ റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കിൽസൊക്കെ കുറച്ചും കൂടി അവർക്ക് ഇമ്പ്രൂവ്ഡ് ആയി. അപ്പം അവർക്ക് തോന്നുകയാണ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വലിയ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യില്ല, പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അവർക്ക് പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പഠിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതേ സ്ഥാനത്ത് ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക്, ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക്, താഴെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യില്ല, വേണ്ട രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ലഭിക്കുക, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ക്ലാസ്സിൽ പോവുകയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആളുകളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ റീഡിങ് ഹാബിറ്റ്സ് പോലുള്ള സംഭവങ്ങൾ ഇമ്പ്രൂവ് ആയി വന്നപ്പം ആളുകൾക്ക് തോന്നുകയാണ്, എന്താണ്, ഒരു പബ്ലിക് ലൈബ്രറി പോലുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് റീഡിങ് മെറ്റീരിയൽസും ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഒരു പബ്ലിക് ലൈബ്രറീസിന്റെ ഒരു എമർജൻസ്, ഉത്ഭവം ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ ലൈബ്രറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാണ്. അങ്ങനെ നമ്മുടെ കേരള സ്റ്റേറ്റ്സിൽ എന്ത് തുടങ്ങുകയാണ്, ലൈബ്രറി പോലുള്ള സംഭവങ്ങൾ, പബ്ലിക് ലൈബ്രറീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ലൈബ്രറീസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഫുൾ എൻ്റെയർ പറയുന്നത്, ഇപ്പം ഫസ്റ്റ് പറയുന്നത് ട്രിവാൻഡ്രത്ത് ലൈബ്രറി വന്നതും, പിന്നെ കൊച്ചിയിൽ വന്നത്, പിന്നെ മലബാർ ഏരിയാസിൽ വന്നത്, പിന്നെ ലൈബ്രറീസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയപ്പോൾ ആളുകൾക്കിടയിൽ ജേർണൽസ് പോലുള്ള സംഭവങ്ങൾ ആളുകൾ വായിക്കുന്നതോട് കൂടി തന്നെ എഴുതാൻ തുടങ്ങി. അപ്പം ഈ കുറെ ജേർണൽസുകൾ ആളുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈബ്രറീസ്, കുറെ ലൈബ്രറീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ പോലെ കുറെ അസോസിയേഷൻസ് പോലുള്ള, റീഡിങ് അസോസിയേഷൻ പോലുള്ള സംഭവങ്ങൾ ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി മൂവ്മെന്റ്സുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ലൈബ്രറി ലിറ്ററസി മൂവ്മെന്റ്സുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് കുറെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കാര്യങ്ങൾ, പോളിസീസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ 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 ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ ലിറ്ററസിയിലും എഡ്യൂക്കേഷൻ സെക്ടറിലും അതുപോലെ തന്നെ ലൈബ്രറിയിലും നമ്മുടെ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ലൈബ്രറി വന്നത്, ഫസ്റ്റ് പബ്ലിക് ലൈബ്രറി മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് കേരള പബ്ലിക് ലൈബ്രറി ഫസ്റ്റ് വന്നത് ഹിസ്റ്ററിയിലും 1829 ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി ആണത് വന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ലൈബ്രറി എന്നാണ് അതിനെ പറയുന്നത്. അത് കൊണ്ടുവന്നത് യൂറോപ്യൻ റോയൽ കമ്മ്യൂണിറ്റീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അത് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഒരുപാട് പബ്ലിക് ലൈബ്രറീസ്, ആളുകൾക്കിടയിലുള്ള റീഡിങ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ആയി വന്നു. ആളുകൾക്ക് പബ്ലിക് അവയർനെസ് കിട്ടാൻ തുടങ്ങി. പറയുന്ന പോലെ എവിടുന്നും കിട്ടാത്ത കുറെ അറിവുകൾ അവർക്ക് കിട്ടാൻ തുടങ്ങി. ആളുകൾ വായിക്കാൻ പഠിക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു റീഡിങ് ഹാബിറ്റ്സ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിൽ വേറെയും ഒരുപാട് സ്ഥലത്ത്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊച്ചിയിലും തുടങ്ങി. കൊച്ചി സ്റ്റേറ്റിലും പറയുന്ന പോലെ ഫസ്റ്റ് പബ്ലിക് ലൈബ്രറീസ് വന്നു. എറണാകുളം പബ്ലിക് ലൈബ്രറി ഇൻ 1869, 1869 എറണാകുളം പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ ഒരു
റീഡിംഗ് റൂം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി. റീഡിംഗ് റൂം സ്റ്റാർട്ട് ചെയ്തത് 1873 അതിന് ഈ പറയുന്ന പോലെ കൊച്ചിൻ ഗവൺമെന്റും കൂടെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന ലൈബ്രറീസുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. 1946 ആയപ്പോഴേക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനാവുന്നതിന് തൊട്ട് മുന്നേ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഏകദേശം 17 പബ്ലിക് ലൈബ്രറീസും 5 ലാർജ് റൂറൽ ലൈബ്രറീസും 224 ചെറിയ റൂറൽ ഏരിയാസിലുള്ള ലൈബ്രറീസ് ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ലൈബ്രറീസ് വന്നു, ആളുകളുടെ ഇടയിൽ റീഡിങ് സ്കില്ല് വന്നു, റൈറ്റിംഗ് സ്കിൽസ് വന്നു, എല്ലാം വന്നു. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ ജേർണൽസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. മലയാളം എഴുതാൻ അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവരൊക്കെ മലയാളം എഴുതാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ വായിക്കാനും എഴുതാനൊക്കെ തുടങ്ങിയതോടുകൂടെ കുറെ ജേർണൽസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഗ്രന്ഥവിചാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണൽ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അത് കുറച്ച് പബ്ലിക്കേഷന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വന്നതാണ് മലബാറിലെ പബ്ലിക് ലൈബ്രറീസ് പറയുന്നുണ്ട്. തെലിച്ചേരി പബ്ലിക് ലൈബ്രറി 1901, കാലിക്കറ്റ് പബ്ലിക് ലൈബ്രറി വന്ന 1924. അങ്ങനെ ഓരോ സ്ഥലത്ത് പബ്ലിക് ലൈബ്രറീസ് വന്നു. ലൈബ്രറീസിന് ഗവൺമെന്റ് ഒരുപാട് പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ വർക്കേഴ്സും ആളുകളൊക്കെ, ഗാന്ധിജിയെ പോലുള്ള ഒരുപാട് ആളുകളൊക്കെ എന്ത് ചെയ്തു? ലൈബ്രറീനെ സപ്പോർട്ട് ചെയ്യുകയും റീഡിംഗ് സ്കില്ല് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ലിറ്ററസി മൂവ്മെന്റ്സ് പോലെയുള്ള സംഭവങ്ങൾ, ലൈബ്രറി കോൺഫറൻസ് പോലെയുള്ള സംഭവങ്ങൾ, ലൈബ്രറി അസോസിയേഷൻ ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ആളുകൾ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ കൾച്ചറൽ ഇൻട്രസ്റ്റുകൾ കൂടാൻ തുടങ്ങി. അവര് എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. 1959 ആയപ്പോഴേക്കും കേരളത്തിൽ ഈ പറയുന്ന പോലെ EMS നമ്പൂതിരിപ്പാട് പോലെയുള്ള ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡോക്ടർ SR രംഗനാഥന് അദ്ദേഹം ഒരു ലൈബ്രറി ബില്ല്, ലൈബ്രറി ഡെവലപ്മെന്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കുകയുണ്ടായി. അത് പുതിയതായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ അത് അപ്ലിക്കബിൾ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റിൽ അത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആളുകൾക്കിടയിൽ ഇപ്പൊ ലൈബ്രറീസ് കൊണ്ട്, ലൈബ്രറി മൂവ്മെന്റ്സ് കൊണ്ടും പറയുന്ന പോലെ അസോസിയേഷൻസ് കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുതുവയിൽ നാരായണ പണിക്കരാണ് ഈ പറയുന്ന പോലെ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. പുതുവയിൽ നാരായണ പണിക്കർ, അദ്ദേഹമാണ് ഇതിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ലൈബ്രറീസിന് ലിറ്ററസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്റ്റേറ്റ് ലൈബ്രറീസിന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക പോലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് 1977 പണിക്കർ അദ്ദേഹം ഒരു കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് KNFED എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അത് ബേസിക്കലി കേരളത്തിലുള്ള ആളുകളുടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മിഷനൊക്കെ സ്ഥാപിക്കുകയുണ്ടായത്. അങ്ങനെ അത് കൂടുതലും പറയുന്ന പോലെ റൂറൽ ഏരിയാസിനുള്ള ആളുകളെ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലിറ്ററസി പോലെയുള്ള സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെന്റ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓരോ പ്ലേസിൽ അത് വന്നതും, അതുപോലെ തന്നെ അതിന്റെ ഫാദർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടാനുള്ള കാരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.